പ്രൈസ് ദ ലോർഡ്. എൻ്റെ ജീവിത അനുഭവങ്ങൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ യേശു മാത്രം മതി എന്നുള്ള ഗ്രൂപ്പിലെ പ്രിയ റോബിൻ മോൻ എന്നെ വിളിച്ചിട്ട് ഗ്ലോറി ആൻറ്റി അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പലപ്പോഴും ഓർക്കും, കർത്താവെ, ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയാൻ പലപ്പോഴും പല അനുഭവങ്ങളും എനിക്ക് തുറന്നു പറയുവാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ചിന്തിക്കും, കർത്താവെ, ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ അത് പലപ്പോഴും അത് ദൈവനാമ മഹത്വത്തിനായി തീരുമെങ്കിലും കർത്താവെ, എനിക്ക് പല അനുഭവങ്ങളും തുറന്നു പറയുവാൻ കഴിയുകയില്ലല്ലോ. എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം എൻ്റെ കർത്താവിനെ സ്നേഹിക്കുവാൻ, എൻ്റെ കർത്താവിനെ ഇത്ര ആഴത്തിൽ സ്നേഹിപ്പാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് എന്നുള്ളത് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷമയോടെ ശ്രദ്ധിക്കണമേ. എൻ്റെ പിതാവ് പാസ്റ്റർ ജോസഫ് കുരുവിള. എൻ്റെ പിതാവ് തൻ്റെ 21ാമത്തെ വയസ്സിൽ ലോകപ്രകാരമുള്ള റെയിൽവേയിലെ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തകരപ്പെട്ടിയും എൻ്റെ മാതാവ് എൻ്റെ മൂത്ത സഹോദരിയെയും എടുത്തുകൊണ്ടാണ് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിയത്. ആത്മാക്കളൊന്നുമില്ലാത്ത ഒരു ചെറിയ ഒരു സ്ഥലം, പാമ്പാക്കുട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയത്. ദീർഘവർഷങ്ങൾ അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്തു. ഞങ്ങൾ 6 സഹോദരങ്ങളാണ്. അതിലേറ്റവും ഇളയ കുഞ്ഞാണ് ഞാൻ. ഈ മക്കളിൽ കഷ്ടതയും വേദനയും അറിയാതിരുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ മൂത്ത സഹോദരങ്ങൾ അവർ വളരെ പട്ടിണി കിടന്നിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ പലപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് കൊടുക്കരുതേ എന്ന്. കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോൾ അവർ പ്രാർത്ഥിക്കും, കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് കൊടുക്കരുതേ, അവർ വിശക്കുന്നു എന്ന് പറയല്ലേ എന്ന്. കാരണം വിശക്കുന്നു എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കുവാൻ ഫുഡില്ലാതെ അവർ വിഷമിച്ചു. അന്നും അവരാരോടും എൻ്റെ പിതാവ് പിറുപിറുത്തില്ല. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തു. ദൈവം അദ്ദേഹത്തെ പല പ്രാവശ്യം വിദേശ രാജ്യങ്ങൾ അതിനുശേഷം അയക്കുവാനിടയായി തീർന്നു. എൻ്റെ സഹോദരങ്ങളെ എല്ലാം ദൈവം മാനിച്ചു. ഞാൻ പലപ്പോഴും ഇതിങ്ങനെ പറയുമ്പോൾ ഭൗതികം തരുന്ന ദൈവത്തെ മാത്രമല്ല പറയുന്നത്. ദൈവമക്കളെ, ഒരു കാര്യം പറയുവാൻ വേണ്ടിയ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ എൻ്റെ ദൈവം ഒരിക്കലും നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല. ബാലസിംഹങ്ങൾ ഇരട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വീട്ടിലെ 6 കുഞ്ഞുങ്ങളിൽ ഏറ്റവും കുസൃതി പിടിച്ചതും ഒക്കെ വികൃതി പിടിച്ചതും എൻ്റെ മാതാപിതാക്കളെ ഇച്ചിരി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാണെന്നാണ് പറയുന്നത്. ഞാനൊരു എന്താ പറയുന്നത്, ഏറ്റവും വികൃതി പിടിച്ച ഒരു സ്വഭാവം എൻ്റേതായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ ഇങ്ങനെ പണിതെടുക്കുവാൻ, എൻ്റെ പിതാവ്, ആ നിഷ്കളങ്കനായ പിതാവ്, പലപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ്, അവൾ നല്ലൊരു പൈതലായിട്ട്, അവളുടെ ആ പേര് പോലെ അവൾ നല്ലൊരു കുഞ്ഞായിട്ട് തീരുവാൻ സഹായിക്കണമേ എന്ന് എൻ്റെ പിതാവ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ പരമാർത്ഥിയായ ആ നിഷ്കളങ്കനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്നെ ഇന്ന് കർത്താവിനെ ആഴത്തിൽ സ്നേഹിപ്പാൻ ദൈവം ഇടയാക്കി തീർന്നു. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുകയാണ്. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ കർത്താവ് എന്നെ ചില അനുഭവങ്ങളിൽ കൂടെ എൻ്റെ ദൈവം എന്നെ കടത്തിവിട്ടു. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിച്ചു. മാനുഷികമായ എല്ലാറ്റിനും അപ്പുറത്തായിട്ടുള്ള ഒരു ദൈവീക സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം പായിപ്പാടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ BTH എടുക്കുവാൻ കടന്നുപോയി. അവിടെ 3 വർഷം തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ചു. അതിനുശേഷം അവിടുത്തെ തോമസ് ഫിലിപ്പ് സാർ എന്ന് പറയുന്ന അവിടുത്തെ വൈസ് പ്രിൻസിപ്പാളായിരുന്ന ആ ദൈവദാസൻ, ആ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ആ കർത്താവിൻ്റെ ദാസനോട് ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് കുറേ നാളുകൾ പ്രവർത്തിപ്പാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. അനേക കവലകളിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് സഹായിച്ചു. അതിനൊക്കെ എനിക്ക് ഒത്തിരി മുഖാന്തരം ഒരുക്കി തന്നത് ആ കർത്താവിൻ്റെ ദാസനായ പാസ്റ്റർ തോമസ് ഫിലിപ്പ് സാറായിരുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ജംഗ്ഷനുകളിൽ പോയി നിന്ന് കൊച്ചു പ്രായത്തിൽ യേശുവിനെ ഉയർത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തീർത്തു. എന്നാൽ അതിനുശേഷമായി എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ മുഖാന്തരങ്ങൾ ഒരുക്കി. എന്നാൽ എൻ്റെ മോൾക്ക് 2006
എൻ്റെ മൂത്ത മകളായ ഷാരോൺ മോൾക്ക് ഒരു 7 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഞാൻ ചില പ്രയാസങ്ങൾ അനുഭവിക്കുവാനിടയായി തീർന്നു. അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതിനു മുന്നേയും എൻ്റെ ശരീരത്തിൽ ഞാൻ എങ്ങനെ ഒരു ടെസ്റ്റ് മണിയായിട്ട് പറയുമ്പോൾ ഇത് പലരും കേൾക്കുന്നതാണല്ലോ, സഹോദരിമാർ മാത്രമല്ലല്ലോ. എൻ്റെ ശരീരത്തിൽ നടക്കേണ്ടിയിരുന്ന പ്രവർത്തനങ്ങളൊന്നും എൻ്റെ മൂത്ത മോളുടെ ജനനത്തിന് ശേഷം ഭയങ്കര ഹോർമോൺസ് വേരിയേഷൻസ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. മൂത്ത മകൾക്ക് 9 വയസ്സായിട്ടും എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചില്ലായിരുന്നു. അങ്ങനെ ചില ടെസ്റ്റുകൾക്ക് എൻ്റെ ശരീരത്തിൽ മുത്തൂറ്റുള്ള ഡോക്ടർ രേണു ജോളി മാത്യു എന്ന് പറയുന്ന ആ ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ കാണുവാൻ പോയി. അങ്ങനെ ആ ഗൈനക്കോളജിസ്റ്റിനെ കാണുവാൻ ചെന്നപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൻ്റെ വിവരങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു. എനിക്ക് എല്ലാ വിവരങ്ങളും തുറന്നു പറയുവാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ആ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിൻ്റെ ഹോർമോൺ ടെസ്റ്റുകളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ആ ഡോക്ടറുടെ ഒരു ഡൗട്ട് വെച്ചാണ് ചെയ്തത്. ഒരു ഹോർമോൺ, അതായത് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ എൻ്റെ ബ്ലഡിൽ ഒത്തിരി ഹൈ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ ആ ഹോർമോൺ ടെസ്റ്റ് ചെയ്ത അത്രയും ഹൈ കാണിച്ച് അത് ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, ഒരിക്കലും ഇത്രയും ഹൈ ആയിട്ട് ഈ ഹോർമോൺ ഇത്രയും വരാൻ പാടില്ല. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ട്യൂമർ ഉള്ളവർക്കാണ് ഇങ്ങനെ ഒരു ഹൈ ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് നീ അത്യാവശ്യമായിട്ട് ന്യൂറോ സർജനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഡോക്ടർ KV മത്തായി എന്ന് പറയുന്ന ന്യൂറോ സർജനെ, മുത്തൂറ്റ് തന്നെയുള്ള ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രെയിൻ MRI സ്കാനിങ് ചെയ്യുമ്പോൾ എൻ്റെ ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു ട്യൂമർ കണ്ടുപിടിക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, അന്ന് എനിക്ക് വളരെ വിഷമം തോന്നി. ആ ഡോക്ടർ പറഞ്ഞു, ഈ ഡോക്ടർ KV മത്തായി പറഞ്ഞു, ഇത് സർജറി ചെയ്ത് എടുത്ത് കളയണം. കാരണം ഈ ട്യൂമർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ചെറിയ ഒരിതാണ്. ആ ട്യൂമർ വലുതായാൽ അത് ശരീരത്തിൽ വളരെ പ്രയാസങ്ങളുണ്ടാക്കും എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആ ചെറിയ പ്രായത്തിൽ എനിക്ക് വലിയ വിഷമമായിരുന്നു. എനിക്ക് അങ്ങനെ ബ്രെയിനിൽ ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു ട്യൂമറുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ദുഃഖമായിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ മോളെ ഓർത്ത് എനിക്ക് വലിയ വിഷമം തോന്നുമായിരുന്നു. ഞാൻ ദൈവത്തോട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ ഒരു 15 വയസ്സ് വരെ വളർത്തുവാനുള്ള ആയുസ് എനിക്ക് തരണമേ എന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു. എൻ്റെ അനിയൻ്റെ വൈഫായ പാസ്റ്റർ നൈനാൻ ഫിലിപ്പിൻ്റെ മകളായ ജോയ്സിനോട് ഞാൻ ഇപ്രകാരം ആ സമയത്ത് പറയുവാനിടയായി തീർന്നു, ജോയ്സെ, എനിക്ക് സർജറിയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ജോയ്സെ, നീ എൻ്റെ കുഞ്ഞിനെ നോക്കണമേ. കാരണം ഞാൻ ചിന്തിച്ചില്ല, പ്രിയമുള്ളവരെ, എനിക്ക് ഇത്രത്തോളം ആയുസ്സും ബലവും ഒക്കെ ദൈവം തരുമെന്ന്. ഞാൻ പെട്ടെന്ന് ചുരുക്കി എൻ്റെ സാക്ഷ്യം പറയുകയാണ്. എന്നാൽ അതിനുശേഷം ഞാൻ സൗദി അറേബ്യയിൽ കടന്നുപോയി. ദീർഘവർഷങ്ങൾ സൗദി അറേബ്യയിലായിരുന്നു. ആ ഡോക്ടർ, എന്നെ ലാസ്റ്റ് കണ്ട ഡോക്ടർ പറഞ്ഞു, ഇത് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ ജീവിതം, എനിക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചു. എനിക്ക് മറക്കുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ആശാരി ഉപദേശി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ്റെ മരുമകനായിരിക്കുന്ന പാസ്റ്റർ PV ശാമുവൽ എന്ന കർത്താവിൻ്റെ ദാസൻ എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അന്ന് നെല്ലിക്കമൺ IPC സഭയിലെ ശുശ്രൂഷകനായിട്ടിരുന്നത് പാസ്റ്റർ PV ശാമുവൽ പാസ്റ്ററായിരുന്നു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവമക്കളെ, എനിക്ക് എൻ്റെ ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ട്യൂമർ പൂർണ്ണമായും, അതായത് ഇത് കണ്ടുപിടിച്ചതല്ലാതെ 1 രൂപയുടെ മെഡിസിൻ പോലും ഇതിൻ്റെ പേരിൽ കഴിക്കുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കിയില്ല. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആ ട്യൂമർ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ സ്കാനിങ് ചെയ്യുമ്പോൾ ആ ട്യൂമർ അവിടെ ഇല്ല എന്ന് കാണുവാനും ആ പ്രൊലാക്റ്റിൻ ലെവൽ, പല ഹോർമോണുകൾ ഹൈ കാണിച്ചത് നോർമൽ ലെവലിലേക്ക് വരുവാനും എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കി തീർത്തു. 90 കാണിച്ചത് 8.03 ഇങ്ങനെയുള്ള അളവിലേക്ക് ഹോർമോൺസ് കുറയുവാനും നോർമൽ ലെവലിലേക്കാകുവാനും ദൈവം സഹായിച്ചു. അതിനുശേഷം എൻ്റെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം നോർമലായിട്ട് നടക്കുവാനും, എന്ത് പ്രവർത്തനങ്ങളാണ് എൻ്റെ ശരീരത്തിൽ ശരിയായി നടക്കാതിരുന്നത് ആ പ്രവർത്തനങ്ങളെല്ലാം നോർമലായി നടക്കുവാനും, എൻ്റെ മൂത്ത മകളെ സിസേറിയൻ ചെയ്താണ് എടുത്തത്. എന്നാൽ സൗദി അറേബ്യയിൽ ബാക്കി 3 കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരനുഭവം ഉണ്ടായി. എനിക്ക് രണ്ടാമതുണ്ടായ ഒരു മോൻ സൗദി അറേബ്യയിൽ വെച്ച് മരിച്ചുപോയി. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ബേബിയെ താങ്ങുവാനുള്ള കഴിവ് എനിക്കില്ല, ഇനിയും ഒരു ബേബി ഉണ്ടായാലും ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ആ മോൻ ജനിച്ചതിന് ശേഷം
മരിച്ചുപോയി. ആ മോൻ മരിച്ച് ഞാൻ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കർത്താവിൻ്റെ ദാസൻ, ഞാൻ ഈ മോൻ മരിച്ച വേദനയിൽ ഒരു പ്രയറിന് പോയി പുറകിലിരിക്കുകയായിരുന്നു. വളരെ വേദനയോടെ വിഷമിച്ച്, മോൻ മരിച്ചു കഴിഞ്ഞ് 1-2 ആഴ്ചയായേ ഉള്ളൂ. അപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോളെ, നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരത്ഭുതം ചെയ്യും, ഈ വർഷം തന്നെ ഒരത്ഭുതം ചെയ്യുമെന്ന്. എന്നാൽ ആ ദൈവദാസൻ ദൂത് പറഞ്ഞ് ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ഞാൻ തളർന്നിരുന്ന സമയത്താണ് അത് കഴിഞ്ഞ് ഞാൻ ആ ദൈവദാസനെ കണ്ടിട്ടില്ല. പേരും എനിക്കറിയില്ല. ഏതോ ഒരു സ്ഥലം ദൈവദാസൻ പറഞ്ഞു. ആ സ്ഥലം ഞാനിന്ന് മറന്നുപോയി. നവംബർ മാസം 18-ാം തീയതി, എൻ്റെ കുഞ്ഞ് ജനുവരി 31-ാം തീയതി മരിക്കുന്നു. നവംബർ മാസം 18-ാം തീയതി എനിക്ക് 4 കിലോ 600 ഗ്രാമുള്ള ഒരു മകനെ നോർമൽ ഡെലിവറിയായി എൻ്റെ കർത്താവ് നൽകി തന്നു. ഒരു 450 ഗ്രാമുള്ള ബേബിയെ താങ്ങുവാൻ കഴിവില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 4 കിലോ 600 ഗ്രാമുള്ള ഒരു മോനെ നോർമൽ ഡെലിവറിയായിട്ട് കർത്താവ് എനിക്ക് തന്നു. ഫസ്റ്റ് സിസേറിയൻ ചെയ്താണ് എൻ്റെ മോളെ എടുത്തത്. എന്നാൽ സെക്കൻഡായിട്ട് ഞാൻ സൗദിയിലായിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിനറിയാം, എന്നെ കെയർ ചെയ്യുവാൻ എൻ്റെ മാതാപിതാക്കന്മാരോ എൻ്റെ സഹോദരന്മാരോ ആരും കൂടെയില്ല. ആ സാഹചര്യത്തിൽ നോർമൽ ഡെലിവറിയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു. അതിനുശേഷമായി എൻ്റെ ദൈവം 2 കുഞ്ഞുങ്ങളെയും കൂടെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്നു. ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകും എന്ന് ചിന്തിച്ച സന്ദർഭത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കലങ്ങിയ സന്ദർഭത്തിൽ, ദൈവമക്കളെ, ഞാൻ കാണാത്തതും കേൾക്കാത്തതും അതിനപ്പുറത്തായിട്ട് ഞാൻ പറയുകയില്ല, എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം, എൻ്റെ യേശു അപ്പച്ചൻ്റെ സാന്നിധ്യം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചു. അതെങ്ങനെ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ, ഒരു തണുത്ത ഒരു സ്പർശനം എൻ്റെ ജീവിതത്തിൽ. ഞാൻ തളർന്നിരുന്നപ്പോൾ അതെൻ്റെ യേശുവിൻ്റെ സാമീപ്യമായിരുന്നു. ആ യേശുവിൻ്റെ സ്നേഹം, അന്നു മുതൽ എൻ്റെ യേശുവിൻ്റെ സ്നേഹത്താൽ ഞാൻ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കർത്താവിനെ ഉയർത്തണം. പക്ഷേ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ, ഞാൻ ഒത്തിരി വിശുദ്ധിയെപ്പറ്റിയൊക്കെ പ്രസംഗിക്കുമ്പോൾ പലരും പറയും അങ്ങനെയൊക്കെ പറയണോ? പക്ഷേ എൻ്റെ ദൈവമക്കളെ, ഒരു വിശുദ്ധിയുള്ള ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളൂ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഒരു വിശുദ്ധയായിട്ട് ജീവിച്ചിട്ടു അല്ല പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ, പാളിച്ചകൾ, വീഴ്ചകൾ ഒക്കെ മാനുഷികമായി സംഭവിച്ചു. എന്നാൽ ഒരു ദൈവീക ദർശനം എൻ്റെ കർത്താവിന് തരുമ്പോൾ, ഈ കഴിഞ്ഞ ഇടകളിലൊക്കെ എൻ്റെ കർത്താവിനുമായി സംസാരിച്ച് എൻ്റെ ദൈവവുമായി ഞാൻ പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് ഇടപെടുന്ന വചനങ്ങളാണ്. ഒരു വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ശോധനകൾ കൂടെ കടന്നുപോയാലും ദൈവം നമ്മളെ താങ്ങുന്ന ദൈവമാണ്. ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളെ കർത്താവിന് ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സാക്ഷ്യം നിമിത്തം അനേകർ വിടുവിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ട്. ഇന്ന് പൽക്കാലം കുറച്ച് ഭവനങ്ങൾ കയറി ഇറങ്ങി സുവിശേഷം പറയുവാൻ എനിക്ക് അതിനുള്ള സന്തോഷം വേറെ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, എൻ്റെ യേശുവിനെ പറ്റി ഒരാളോട് പറയുമ്പോൾ ഞാൻ ഒരാളെ നോക്കി ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. കാരണം എൻ്റെ കർത്താവിനെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ. എൻ്റെ യേശു സത്യദൈവമാണെന്നും എൻ്റെ യേശു ഈ ലോകത്തിലേക്ക് ഇനിയും വരുമെന്നും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നും ഇതൊക്കെ പറയുവാൻ എൻ്റെ ഹൃദയം എങ്ങനെയാണെന്നറിയില്ല. ഏത് മനുഷ്യനെ കണ്ടാലും ഞാൻ അതാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും ഞാൻ ഓർക്കും, കർത്താവേ, ഇങ്ങനെ യേശുവിൻ്റെ സ്നേഹം നിമിത്തം നമ്മൾ ഒത്തിരി ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പലരുടെയും മുന്നിൽ ഒരു ഫൂളായി തോന്നും. മറ്റുള്ളവരോട് ഈ സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം ആ കർത്താവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെടുകയാണ്. നമുക്ക് ഈ വർഷം ഒരു പുതിയ തീരുമാനമെടുക്കാം. നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് ചില ഭവനങ്ങളിലൊന്ന് കയറി ഇറങ്ങാം. പ്രിയമുള്ളവർ, നമ്മൾ ലജ്ജിക്കേണ്ട. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന പലർക്കും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും സുവിശേഷം പറയണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ എന്തോ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുക. ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾ ധൈര്യത്തോടെ, കർത്താവ് നമുക്ക് വേണ്ടി നിന്ന സഹിച്ചില്ലേ, നമുക്ക് വേണ്ടി പരസ്യ കോലമായില്ലേ, സർവ്വ നിന്ദകളും സഹിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിൽ നമ്മൾ എന്തിനാ മടി കാണിക്കുന്നത്? നമ്മളെല്ലാ വർഷവും പറയാറുള്ളത് പോലെ, കഴിഞ്ഞ വർഷം എനിക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല, ഈ വർഷം ചെയ്യണമെന്ന് അങ്ങനെ
അങ്ങനെ അതൊരു പതിവ് ശീലമാക്കാതെ നമുക്ക് ഈ വർഷം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. നമുക്ക് ചിലരെ പേഴ്സണലി നമുക്ക് സുവിശേഷം പറയാം. നമുക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ ഒത്തിരി കഴിവുള്ള വ്യക്തിയായിട്ടോ ഒന്നുമല്ല, എനിക്ക് ഒരു കഴിവുകളുമില്ല. പക്ഷേ എൻ്റെ കർത്താവ് തരുന്ന കൃപ കൊണ്ടും ആ ദൈവം തരുന്ന ആ ആശ്രയം കൊണ്ടും ഞാനും കൊണ്ടും മാത്രമാണ് എനിക്ക് പറയുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, നമുക്കുള്ള ടാലൻറ്റ് വെച്ച് നമ്മുടെ കഴിവുകളെ, നമുക്ക് തരുന്ന ശബ്ദം, നമുക്ക് തരുന്ന എല്ലാം കർത്താവിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരട്ടെ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ശബ്ദവും എന്തൊനികളും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നോടൊപ്പം ഒന്ന് കണ്ണുകളടയ്ക്കുമോ? കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ ഓർത്താൽ, അപ്പ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടതകൾ ഓർത്താൽ കർത്താവേ, അങ്ങയെക്കുറിച്ച് പറയാതിരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല കർത്താവേ. ഈ 2019 കർത്താവേ, അനേകരോട് യേശുവിനെ പറ്റി പേഴ്സണലി പറയുവാൻ, ആരെ കണ്ടാലും അവരോട് ഈ സത്യസുവിശേഷം ഷെയർ ചെയ്യുവാൻ, അതിൻ്റെ ഉള്ള തടസ്സങ്ങളെല്ലാം കർത്താവെ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുണ്ട്. എന്നാൽ അവർക്കെല്ലാം ഒരു തടസ്സങ്ങൾ നിൽക്കുന്നു. എന്നാൽ ആ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ധൈര്യമായി സത്യവചനം, സത്യസുവിശേഷം ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് ഇടയായി തീരണമേ. ആരെന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കുവാനല്ല, എൻ്റെ കർത്താവിന് വേണ്ടി പറയുവാൻ. കർത്താവെ, ആ മഗ്ദല കാര്യത്തിൽ മറിയെ പോലെ ഇരുട്ടുള്ളപ്പോൾ അതൊന്നും വകവയ്ക്കാതെ എൻ്റെ കർത്താവിനെ കാണുവാൻ കല്ലറയ്ക്കലേക്ക് ഓടിയതുപോലെ, അപ്പാ, നിന്നെ ഒന്ന് ആഴത്തിൽ സ്നേഹിപ്പാൻ ഈ സാധുക്കളാകുന്ന ഞങ്ങളെ സഹായിക്കണമേ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.